എല്ലാവർക്കും നമസ്കാരം. 23 അതിവിശിഷ്ടമായ ഒരു ദിവസമാണ്. എട്ട് നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകളൊക്കെ തീർന്ന് നല്ല ഐശ്വര്യം വരുന്ന സമയമാണ്. എട്ട് നക്ഷത്രക്കാർക്ക് ഐശ്വര്യം വരും. എട്ട് നക്ഷത്രക്കാർക്ക് വീട്ടിലുണ്ടെങ്കിലും നല്ല ഐശ്വര്യം വരുന്ന സമയമാണ്. നിധി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നിധി കിട്ടും. സൂര്യൻ ഉച്ചരാശിയായ മേടൻ രാശിയിൽ എത്തുന്നതിനാണ് 10-ാം ഉദയം എന്ന് പറയുന്നത്. സൂര്യൻ മേടൻ രാശിയിൽ എത്തിച്ചേരുമ്പോൾ പ്രകൃതി ഒന്നായിട്ട് ഒരു ദിവ്യമായ തേജസ് വരുന്നതാണ്. അശ്വതി നക്ഷത്രമാണ് ഒന്നാമതായിട്ട് കിട്ടിയിരിക്കുന്നത്. മേടൻ രാശിയിലെ അശ്വതി നക്ഷത്രമാണ്. ഉയർച്ചയുടെ അനുകൂലമായ സമയമാണ്. തടസ്സപ്പെട്ട പല കാര്യങ്ങളും നേടാൻ സാധിക്കും. ശനിദോഷം അകലുന്നത് കൊണ്ട് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും. വീട് പണി പൂർത്തിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാനും പറ്റും. രോഹിണി നക്ഷത്രം, അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കുടുംബത്തിൽ സമാധാനം ഉറപ്പായിട്ടുണ്ടാവും. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ഉറപ്പായിട്ടും ലഭിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം കിട്ടും. രാജയോഗ സമാനമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മൂന്നാമത്തെ നക്ഷത്രം പുണർദ നക്ഷത്രമാണ്. മൂന്നാമത്തെ നക്ഷത്രം. രാഹുവിൻ്റെ മാറ്റം പരിപൂർണമായിട്ട് അനുകൂലമായിട്ട് വരുന്ന സമയമാണിത്. ശനിയും അനുകൂലമായിട്ട് വരുന്നു. തൊഴിൽ രംഗത്ത് ഉറപ്പായിട്ടും ഉയർച്ച ഉണ്ടാവും. നാലാമത്തെ നക്ഷത്രം ഉത്തര നക്ഷത്രം. ഉത്രം നക്ഷത്രമാണ് നാലാമത്തെ നക്ഷത്രം. ഉത്രം നക്ഷത്രമാണ് നാലാമത്തെ നക്ഷത്രം. നാലാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രം. മുടങ്ങിപ്പോയ വിവാഹകാര്യങ്ങൾ നടക്കും. എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായ സമയം. അഞ്ചാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. അഞ്ചാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്കും എല്ലാം അനുകൂലമായ സമയമാണ്. കടബാധ്യതകൾ തീരാൻ സാധ്യതയുണ്ട്. അശുഭമായിട്ടുള്ള സ്വാധീനം കുറയും. ഐശ്വര്യം വർദ്ധിക്കും. അശുഭമായിട്ട് സാധ്യത വർദ്ധിക്കും.
ആറാമത്തെ അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്കും നല്ല ഐശ്വര്യപൂർണമായ അവസ്ഥയാണുള്ളത്. ശനിദോഷത്തിൻ്റെ കാഠിന്യം ഉറപ്പായിട്ടും കുറയും. ചൊവ്വയുടെ മാറ്റം നിങ്ങൾക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകൾ പുരോഗതി ഉണ്ടാവും. ഇതുവരെ നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഉയർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഉത്രാട നക്ഷത്രമാണ് ഇനിയിട്ടുള്ളത്. അടുത്തത് ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രമാണ് 7ാമത്തെ നക്ഷത്രം. അതിലും നല്ല പുരോഗതി ഉണ്ടാവും. എട്ടാമത്തെ അവസാനത്തേതുമായ നക്ഷത്രമാണ് രേവതി. രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും നല്ല ഉയർച്ച. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന നല്ല നല്ല വീഡിയോകൾ തുടർന്നും കാണുക. ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ.